ഈ വിമാനയാത്ര ഇപ്പോഴും പലർക്കും ഒരു സ്വപ്നം മാത്രമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഫ്ലൈറ്റ് പൂർത്തിയാക്കിയവരുടെ അനുഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഥ കേൾക്കാം. വിമാനത്തിൽ സഞ്ചരിക്കണമെന്നൊരാഗ്രഹം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ പങ്കുവച്ചു. കേട്ടപാടെ സഫലീകരിക്കാമെന്ന് ടെക്നോ പാർക്കിലെ HNR ബ്ലോക്ക് കമ്പനി അധികൃതരും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള എല്ലാ അനുമതിയും സംവിധാനങ്ങളും തയ്യാറാക്കി. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതിൽ നേരെ കൊച്ചിയിലേക്ക്. കൊച്ചി മെട്രോയിൽ ആലുവയിലെത്തി. അന്ന് ആലുവയിൽ തങ്ങി പിറ്റേന്ന് രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്. ഒടുവിൽ ഇൻഡിഗോ വിമാനത്തിൽ സ്വപ്നയാത്ര. യാത്രാമധ്യേ എയർ ഹോസ്റ്റസിന്റെ സ്വാഗത സന്ദേശം കേട്ടതോടെ എല്ലാവർക്കും ആഹ്ലാദം. പറന്നിറങ്ങിയപ്പോൾ അതിരില്ലാത്ത സന്തോഷം. ഇതൊരു വേറിട്ട അനുഭവമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക്. അവര് പല പാഠങ്ങൾ പഠിക്കുമ്പോഴും വിമാനയാത്രയെ കുറിച്ച് അതിനകത്തെല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞങ്ങളൊരു വിമാനത്തിൽ കയറിയിട്ടില്ല, അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതില് പല കുട്ടികളും കയറിയിട്ടുള്ള 1-2 കുട്ടികളുണ്ട്. ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന്. ബട്ട് വന്ദേ ഭാരതിലും മെട്രോയിലും ഒരുമിച്ച് കയറി. വളരെ സന്തോഷമായിരുന്നു. HNR ബ്ലോക്കിന് വളരെ നന്ദിയുണ്ട്. തിരുവനന്തപുരത്തെത്തിയ സംഘത്തെ HNR ബ്ലോക്ക് കമ്പനി അധികൃതരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ടെക്നോ പാർക്കിലാണ് ഞങ്ങളുടെ സ്ഥാപനം. US ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഞങ്ങളുടെ ഒരു PSR എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് വോളണ്ടിയേഴ്സ് ഒക്കെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ആണ്. അതിന്റെ പാർട്ടായിട്ട് ഒരു ഹാപ്പിനെസ്സും സ്മൈൽ ടുവേർഡ്സ് ദ നീഡി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും പോകാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ടീമും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ 20 വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ അടക്കം 31 പേരാണ് സ്വപ്നയാത്രയുടെ ഭാഗമായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.